അന്താരാഷ്ട്ര ഭൗമ രാഷ്ട്രീയത്തിൽ പാകിസ്ഥാൻ എപ്പോഴും ഒരു നിഗൂഢമായ രാജ്യമാണ്. ഒരേ സമയം വേട്ടക്കാരനൊപ്പവും ഇരയ്ക്കൊപ്പവും ഓടാൻ കഴിയുന്ന പാകിസ്ഥാന്റെ ഈ ഇരട്ടമുഖം പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ഇപ്പോൾ കൂടുതൽ വ്യക്തമാവുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശത്രുത മൂർച്ഛിച്ചു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു സമാധാന മധ്യസ്ഥനായി സ്വയം അവരോധിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. എന്നാൽ പുറം ലോകത്തിന് മുന്നിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പറത്തുമ്പോഴും തിരശീലയ്ക്ക് പിന്നിൽ ഇറാനിയൻ സൈനിക വിമാനങ്ങൾക്ക് താവളമൊരുക്കി പാകിസ്ഥാൻ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നു. അമേരിക്കൻ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ഇറാനിയൻ ജെറ്റുകൾക്ക് പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമത്താവളങ്ങളിൽ ഇടം നൽകിയെന്ന CBS ന്യൂസിന്റെ വെളിപ്പെടുത്തൽ കേവലം ഒരു വാർത്തയല്ല, മറിച്ച് തന്ത്രപരമായ ഒരു വലിയ ചതിയുടെ സൂചന കൂടിയാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകളും അമേരിക്കയുടെ ശക്തമായ സാന്നിധ്യവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ കളിക്കുന്ന ഈ ഇരട്ട നാട്യം മേഖലയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് CBS പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഇറാൻ തങ്ങളുടെ ചില സുപ്രധാനമായ വ്യോമ ആസ്തികൾ പാകിസ്ഥാൻ എയർഫോഴ്സ് ബേസുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടൊപ്പം പാകിസ്ഥാന്റെ അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനിലും ഇറാനിയൻ വിമാനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് സൂചന. ഒരു വശത്ത് അമേരിക്കയുമായി ദശകങ്ങളായുള്ള പ്രതിരോധ പങ്കാളിത്തം നിലനിർത്താൻ ആഗ്രഹിക്കുകയും മറുവശത്ത് അയൽ രാജ്യമായ ഇറാനുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ഈ നയം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഈ നാടകീയമായ സംഭവ വികാസങ്ങളുടെ തുടക്കം ഏപ്രിൽ മാസത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇറാൻ തങ്ങളുടെ RC-130 പോലെയുള്ള തന്ത്രപ്രധാനമായ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിലെ നൂർഖാൻ എയർബേസിലേക്ക് മാറ്റിയെന്നാണ് വിവരം. ലോക്ഹീഡ് C-130 ഹെർക്കുലീസ് വിമാനത്തിന്റെ രഹസ്യാന്വേഷണ പതിപ്പായ RC-130 ഇറാന്റെ സൈനിക ശേഷിയിൽ അതീവ പ്രധാനമാണ്. വിവരശേഖരണത്തിനും രഹസ്യ നിരീക്ഷണങ്ങൾക്കും ഉപയോഗിക്കുന്ന ഇത്തരം വിമാനങ്ങൾ യുദ്ധ സാഹചര്യത്തിൽ അമേരിക്കൻ മിസൈലുകൾക്ക് ലക്ഷ്യമാകാതിരിക്കാനാണ് പാകിസ്ഥാൻ സംരക്ഷണമൊരുക്കിയത്. ഒരു സമാധാന ചർച്ചക്കാരന്റെ റോളിൽ ലോകത്തിന് മുന്നിൽ നിൽക്കുന്ന പാകിസ്ഥാൻ ഇറാന്റെ കണ്ണും കാതുമായ വിമാനങ്ങളെ ഒളിപ്പിച്ചു വെച്ചു എന്നത് അമേരിക്കൻ നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഈ നീക്കം അമേരിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാം ഉൾപ്പെടെയുള്ളവരുടെ കടുത്ത വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ പാകിസ്ഥാനെ ഒരു സമാധാന മധ്യസ്ഥനായി കാണുന്നതിൽ ഇനി അർത്ഥമില്ലെന്നും അവരുടെ പങ്ക് പൂർണ്ണമായും പുനർമൂല്യനിർണ്ണയം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇസ്രയേലിനെതിരെ പാകിസ്ഥാൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ മുൻപ് നടത്തിയ പ്രസ്താവനകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ രഹസ്യ ഇടപാടുകൾ സത്യമാകാനാണ് സാധ്യതയെന്ന് അമേരിക്കൻ നിയമനിർമ്മാതാക്കൾ വിശ്വസിക്കുന്നു. സമാധാനത്തിന്റെ ദൂതനായി അഭിനയിക്കുമ്പോഴും പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ഇറാന്റെ സൈനിക താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുകയാണെങ്കിൽ അത് അമേരിക്കയുമായുള്ള പാകിസ്ഥാന്റെ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കും. അഫ്ഗാനിസ്ഥാനിലെ ഇറാനിയൻ സാന്നിധ്യവും ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ്. ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാന്റെ മഹാൻ എയർ എന്ന സിവിൽ വിമാനം കാബൂൾ വിമാനത്താവളത്തിലെത്തിയിരുന്നു. പിന്നീട് ഇറാൻ തങ്ങളുടെ വ്യോമാതിർത്തി അടച്ചതോടെ ഈ വിമാനം അവിടെ തന്നെ തുടരുകയായിരുന്നു. എന്നാൽ പാകിസ്ഥാനും അഫ്ഗാൻ താലിബാനും തമ്മിലുള്ള ബന്ധം വഷളായതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി. തഹ്രീക്-ഇ-താലിബാൻ പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാൻ സഹായിക്കുന്നു എന്നാരോപിച്ച് മാർച്ച് മാസത്തിൽ പാകിസ്ഥാൻ കാബൂളിൽ വ്യോമാക്രമണം നടത്തി. ഈ സമയത്ത് കാബൂൾ വിമാനത്താവളത്തിലെ ഇറാനിയൻ വിമാനം തകരാതിരിക്കാനായി താലിബാൻ ഭരണകൂടം അതിനെ ഹെറാത്ത് എയർപോർട്ടിലേക്ക് മാറ്റുകയായിരുന്നു. ഇറാന്റെ അതിർത്തിയോട് ചേർന്നുള്ള ഈ താവളത്തിൽ വിമാനം സുരക്ഷിതമായിരിക്കുമെന്ന് അവർ കണക്കുകൂട്ടി. തങ്ങളുടെ ശത്രുവായ താലിബാനെ പാകിസ്ഥാൻ ആക്രമിക്കുമ്പോഴും അതേ പാകിസ്ഥാൻ തന്നെ ഇറാന്റെ മറ്റൊരു സൈനിക ആസ്തിയെ തങ്ങളുടെ മണ്ണിൽ ഒളിപ്പിച്ചു വെച്ചു എന്നത് ഭൗമരാഷ്ട്രീയത്തിലെ വൈരുദ്ധ്യങ്ങളുടെ ഉത്തമ ഉദാഹരണമാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഈ റിപ്പോർട്ടുകളെ ഔദ്യോഗികമായി നിഷേധിക്കുന്നുണ്ട്. നൂർഖാൻ എയർബേസ് നഗരത്തിന്റെ ഹൃദയഭാഗത്താണെന്നും അവിടെ വലിയൊരു വിമാന വ്യൂഹത്തെ ഒളിപ്പിച്ചു വെക്കുക എന്നത് അസാധ്യമാണെന്നുമാണ് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുടെ വാദം. ജനങ്ങളുടെ കണ്ണിൽപ്പെടാതെ ഇത്രയും വലിയ വിമാനങ്ങളെ പാർക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് അവർ അവകാശപ്പെടുന്നു. അതുപോലെ തന്നെ ഇറാന് അത്തരമൊരു സഹായത്തിന്റെ ആവശ്യകതയില്ലെന്ന് താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദും വ്യക്തമാക്കി. എന്നാൽ പാകിസ്ഥാൻ ചരിത്രപരമായി ഇത്തരം രഹസ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വൈദഗ്ധ്യമുള്ളവരാണ് എന്ന വസ്തുത ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. ഉസാമ ബിൻ ലാദനെ പോലെയുള്ളവരെ വർഷങ്ങളോളം തങ്ങളുടെ സൈനിക കേന്ദ്രത്തിന് സമീപം താമസിപ്പിച്ച പാകിസ്ഥാന്റെ നിഷേധങ്ങളെ ലോകം അത്ര പെട്ടെന്ന് വിശ്വസിക്കാനിടയില്ല. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിന് മുതിർന്നത് എന്നത് വിശകലനം ചെയ്യേണ്ടതുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു പ്രധാന അയൽരാജ്യമാണ്. വലിയൊരു അതിർത്തി ഇരു രാജ്യങ്ങളും പങ്കിടുന്നുമുണ്ട്. ഇറാനിലെ അസ്ഥിരത പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷയെയും സാമ്പത്തിക സ്ഥിതിയെയും ബാധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ മേഖലയിലെ പ്രക്ഷോഭങ്ങൾ നിയന്ത്രിക്കാൻ ഇറാന്റെ സഹകരണം അവർക്ക് ആവശ്യമാണ്.
അതേസമയം തന്നെ സൗദി അറേബ്യയെയും അമേരിക്കയെയും പിണക്കാനും പാകിസ്ഥാന് കഴിയില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇരുപക്ഷത്തും നിൽക്കുക എന്ന ഡബിൾ ഗെയിം തന്ത്രമാണ് പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായി സ്വീകരിച്ചു പോരുന്നത്. സമാധാനത്തിന്റെ ഭാഷ സംസാരിച്ചുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രാദേശിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇറാനെ അവർ രഹസ്യമായി പിന്തുണയ്ക്കുന്നു. ഇറാന്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ ഇതൊരു തന്ത്രപ്രധാനമായ പിന്മാറ്റമാണ്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങളിൽ തങ്ങളുടെ പ്രധാന വിമാനങ്ങൾ തകരുന്നത് ഒഴിവാക്കാൻ അയൽ രാജ്യങ്ങളുടെ സഹായം തേടുക എന്നത് അവർക്ക് അനിവാര്യമാണ്. പാകിസ്ഥാനെ പോലെയൊരു രാജ്യം അമേരിക്കയുടെ സഖ്യകക്ഷി എന്ന ലേബൽ ഉള്ളതിനാൽ ഇറാന്റെ വിമാനങ്ങൾ പാർക്ക് ചെയ്യാൻ ഏറ്റവും സുരക്ഷിതമായ ഇടമാണ്. കാരണം ഒരു സമാധാന മധ്യസ്ഥന്റെ വ്യോമത്താവളങ്ങളെ അമേരിക്ക നേരിട്ട് ആക്രമിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ സംരക്ഷണം മുതലെടുക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഈ സംഭവ വികാസങ്ങൾ ഇസ്രയേലിന്റെ സുരക്ഷാ നിലപാടുകളെയും സ്വാധീനിക്കും. ഇറാൻ തങ്ങളുടെ ആസ്തികൾ പാകിസ്ഥാനിൽ ഒളിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ അവിടെയും തങ്ങളുടെ കണ്ണുകൾ എത്തിക്കും. ഇത് പാകിസ്ഥാനും ഇസ്രയേലും തമ്മിലുള്ള ശീതയുദ്ധത്തിന് പുതിയൊരു തലം നൽകും. ഒരുപക്ഷെ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ നീക്കങ്ങൾ നടത്താനുള്ള സാധ്യത പോലും തള്ളിക്കളയാനാവില്ല. അത്തരമൊരു സാഹചര്യം പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ ദക്ഷിണേഷ്യയിലേക്കും വ്യാപിപ്പിക്കാൻ കാരണമാകും. അമേരിക്കൻ വിദേശ നയത്തിൽ പാകിസ്ഥാൻ എന്ന ഘടകത്തെ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് ട്രംപ് ഭരണകൂടത്തിന് വലിയൊരു വെല്ലുവിളിയായിരിക്കും. സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് IMF ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായം ആവശ്യമാണ്. ഇത്തരം റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കപ്പെട്ടാൽ അമേരിക്ക പാകിസ്ഥാന് മേൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയേക്കാം. ഒരു വശത്ത് സഹായം വാങ്ങുകയും മറുവശത്ത് ശത്രുവിനെ സഹായിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ നിലപാട് അമേരിക്കൻ കോൺഗ്രസിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കും. സമാധാന ദൗത്യം എന്ന പേരിൽ പാകിസ്ഥാൻ നടത്തുന്ന ഈ നീക്കം അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ വിശ്വാസ്യതയെയാണ് തകർക്കുന്നത്. ഒരു മധ്യസ്ഥൻ എന്നത് എപ്പോഴും നിഷ്പക്ഷമായിരിക്കണം. എന്നാൽ പാകിസ്ഥാൻ ഒരു ഭാഗത്തെ രഹസ്യമായി സഹായിക്കുമ്പോൾ ആ നിഷ്പക്ഷത ഇല്ലാതാകുന്നു. ഈ സമാധാന ചർച്ചകളെ അട്ടിമറിക്കുകയും യുദ്ധം കൂടുതൽ നീണ്ടുപോകാൻ കാരണമാവുകയും ചെയ്യും. ഇറാന്റെ പ്രകോപനങ്ങൾക്ക് പാകിസ്ഥാൻ പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ചർച്ചകളിൽ നിന്ന് പിന്മാറേണ്ടി വരും. ചുരുക്കത്തിൽ പാകിസ്ഥാൻ ഒരിക്കൽ കൂടി ലോകത്തെ കബളിപ്പിക്കുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. നയതന്ത്രത്തിന്റെ മേലങ്കി അണിഞ്ഞ് സൈനിക ഗൂഢാലോചനകളിൽ പങ്കാളിയാകുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പശ്ചിമേഷ്യൻ കടൽ തീരങ്ങളിൽ യുദ്ധകാഹളം മുഴങ്ങുമ്പോൾ പാകിസ്ഥാനിലെ എയർബേസുകളിൽ ഇറാനിയൻ ജെറ്റുകൾ വിശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് സമാധാനത്തിലേക്കുള്ള ദൂരമല്ല വർദ്ധിപ്പിക്കുന്നത്, മറിച്ച് വിനാശകരമായ ഒരു യുദ്ധത്തിലേക്കുള്ള പുതിയ വഴികളാണ്. ലോകം ഈ നീക്കങ്ങളെ സശ്രദ്ധം വീക്ഷിച്ചു വരികയാണ്. സമാധാനത്തിന്റെ പേരിൽ നടത്തുന്ന ഈ കളികൾ പാകിസ്ഥാന്റെ തന്നെ ഭാവിയെ അപകടത്തിലാക്കിയേക്കാം. നയതന്ത്രം എന്നത് സത്യസന്ധതയിൽ അധിഷ്ഠിതമായിരിക്കേണ്ട സമയത്ത് ഇത്തരം കപട നാടകങ്ങൾ ആഗോള സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. പാകിസ്ഥാൻ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം വെളിച്ചത്തായ രഹസ്യങ്ങൾ ഇനി അധികകാലം ഒളിപ്പിച്ചു വെക്കാൻ അവർക്ക് കഴിയില്ല. ഓരോ വിമാനത്തിന്റെയും ഓരോ പൈലറ്റിന്റെയും നീക്കങ്ങൾ ഇന്ന് ആധുനിക ലോകത്തിന്റെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞിരിക്കുക സാധ്യമല്ല. അതിനാൽ തന്നെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്നത് പാകിസ്ഥാന്റെ അന്താരാഷ്ട്ര പദവിയെ നിർണയിച്ചിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.